إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി സൂക്ഷ്മതയുള്ളവരായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിന്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ, ഒരുപാട് ഇബാദത്തുകളുണ്ട് നമുക്ക്. ഏത് ഇബാദത്താണെങ്കിലും അതിൽ ദിക്റുകൾ, ദിക്റുല്ലാഹിയിലൂടെയാണ് നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കുക. നാം എന്ത് ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന്റെ സ്മരണയോടുകൂടി ചെയ്യണം. ദിക്ർ വിശ്വാസിയുടെ ഊർജമാണ്, അവന്റെ ശക്തിയാണ്, മനസ്സിന്റെ ഭക്ഷണവുമാണ് ദിക്ർ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, പോഷണം ലഭിക്കുവാൻ. അതുപോലെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിനും അത് പോഷിക്കുവാൻ വേണ്ടി അതിന്റെ ഭക്ഷണമാണ് ദിക്ർ എന്നുള്ളത്. ദിക്ർ എന്ന വാക്കിന് സ്മരിക്കുക, ഓർക്കുക, ഓർമ്മിപ്പിക്കുക, പറയുക, ധ്യാനിക്കുക, ഇങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സും ശരീരവും നാവും ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നു. അഥവാ അല്ലാഹുവിന്റെ മഹൽ ഗുണങ്ങൾ, അവന്റെ സത്യമഹാത്മ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്ത, വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അവരോടുള്ള മാനസികമായ ഭയഭക്തിയും തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, ദുആ എന്നിവയെല്ലാം ദിക്റുകളിൽ ഉൾപ്പെടുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകം നിങ്ങൾ നോക്കൂ. വലാ റൈബ അന്നൽ ഖൽബ യസ്ദഉ കമാ യസ്ദഉൽ നുഹാസ് വൽ ഫിദ്ദ വഗൈറഹുമാ വജലാഉഹു ബിദ്ദിക്ർ. അദ്ദേഹം പറയാണ്, വലാ റൈബ, ഒരു സംശയവുമില്ല, സ്വർണവും വെള്ളിയും ഒക്കെ തുരുമ്പിക്കുന്നത് പോലെ, അതിന് മങ്ങലേൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനും തുരുമ്പ് പിടിക്കും, മങ്ങലേൽക്കും. സ്വർണവും വെള്ളിയും ഒക്കെ അത് തട്ടാന്മാർ അതിന്റെ ഉലയിലിട്ട് ഊതിക്കാച്ചുമ്പോൾ അതിന്റെ വീണ്ടും പഴയ സ്വരൂപം ലഭിക്കും, തിളക്കം ലഭിക്കും. അതുപോലെ നമ്മുടെ മനസ്സ്, കറ പിടിച്ചിരിക്കുന്ന മനസ്സ്, ആ മനസ്സ് ശുദ്ധിയാക്കുവാൻ വേണ്ടുള്ളതാണ് ദിക്ർ എന്നുള്ളത്. ദിക്ർ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിനേക്കാൾ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ചില ദിക്ർ മജ്ലിസുകളാണ്. നാം നിത്യവും ഉപയോഗിക്കുന്ന ദിക്റുകൾ നമ്മുടെ മനസ്സിൽ വരുന്നില്ല.
ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രത്യേക ഒരു താളവും ഭാവവും ഒരു തസ്ബീഹമാലയും ഒക്കെയാണ്. നാം ഇന്ന് എത്ര ദിക്ർ ചെയ്തു? രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സുബ്ഹ് നിസ്കരിച്ചില്ലേ? നിസ്കാരത്തിനെ പറ്റി അല്ലാഹു എന്താ പറഞ്ഞത്? അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ദിക്ർ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക എന്നുള്ളത്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്റാകുന്നു ഏറ്റവും മഹത്തായത്. ദിക്ർ ഒരു മനുഷ്യൻ അത് ഏത് അവസ്ഥയിലാണെങ്കിലും അവൻ ഉണർന്നിരിക്കുമ്പോഴെല്ലാം അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത, സ്മരണ, ഭയം അവന്റെ മനസ്സിലുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദിക്ർ ഉണ്ടാവുക. ഫദ്കുറൂനി അദ്കുർക്കും, അല്ലാഹു പറയുന്നു ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കുക, എന്നെ ദിക്ർ ചെയ്യുക. അദ്കുർക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കാം. അല്ലാഹു നമ്മെ സ്മരിക്കണമെങ്കിൽ പറഞ്ഞാൽ ദിക്റിന്റെ മഹത്വം പറയാണ്. അല്ലാഹു നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹുവിനെ നമ്മെ മറന്നു പോവുകയില്ല. പക്ഷെ അതിന്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. വദ്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ ദിക്ർ ചെയ്യുക. ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ, നിന്റെ മനസ്സിൽ. തളറുഅൻ വഖീഫ, താഴ്മയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും നീ ദിക്ർ ചെയ്യുക. വദൂനൽ ജഹരി, ശബ്ദം ഉയർത്താതെ ദിക്ർ ചെയ്യുക. സാധാരണ ദിക്ർ മജ്ലിസുകളിൽ അങ്ങനെയല്ല നമ്മൾ ഉപദേശിക്കാറുള്ളത്. വർക്കപ്പറി ജോറിച്ചൽ എന്ന് പറയും. അല്ലാഹു പറയുന്നു, നിങ്ങൾ പതുക്കെ ശബ്ദം ഉയർത്താതെ, നിങ്ങളുടെ മനസ്സിലാണ് ദിക്ർ വേണ്ടത് എന്ന്. ദൂനൽ ജഹരി, ശബ്ദം ഉയർത്താതെ, മിനൽ ഖൗലി, വാക്കുകൊണ്ട്, ബിൽ ഉദുബി വൽ ആസാൽ, പുലർച്ചയും വൈകുന്നേരവും നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരിൽ പെട്ടുപോകരുത്. അല്ലാഹുവിനെ പറ്റി ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹുവിന്റെ ദിക്റില്ലാത്ത ഒരു നമസ്കാരം, നാം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് എന്താ, നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് വിളിയും ഒക്കെ ദിക്റാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് അത്യുന്നതൻ, അല്ലാഹുവിനെ സ്മരിച്ചതാണ് നാം. നാം നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാലും ആദ്യം പറഞ്ഞ വാചകം വജ്ഹതു വജ്ഹല്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുസ്ലിമാണ്, ഞാനൊരു മുശ്രിക്കല്ല. അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ ദിക്റാണ്, എല്ലാം ദിക്റാണ്. അതിനുശേഷം നാം ഫാത്തിഹ പാരായണം ചെയ്യുന്നു, അതിലും ദിക്ർ തന്നെയാണ്. പരലോകത്തിന്റെ ഉടമസ്ഥനായ, വിധിവിചാരയുടെ ഉടമസ്ഥനായ റബ്ബേ എന്ന് പറഞ്ഞ് നാം അല്ലാഹുവിനെ സ്മരിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് നാം ഒക്കെ, എല്ലാം ദിക്ർ തന്നെയാണ്. നിസ്കാരത്തിലുള്ളതും അല്ലാത്തതുമായ എല്ലാ പ്രാർത്ഥനകളിലൂടെയും, ഇനി ഹജ്ജിന് പോയാൽ അവിടെ നടക്കുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ലാഹുവിന്റെ ദിക്ർ, എല്ലാം ദിക്റിനാണ് ഉള്ളത്. ദിക്റില്ലാതെ, മനസ്സിൽ അല്ലാഹുവിനെ പറ്റിയുള്ള വിചാരമില്ലാതെ നാം എന്ത് തന്നെ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അമലുകൾ സ്വീകരിക്കപ്പെടുവാൻ നിബന്ധനയായിട്ട് പറയപ്പെടുന്നത് നിയ്യത്താകുന്നു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്നുള്ള ചിന്തയോട് കൂടി ചെയ്യുമ്പോഴാണ് ദിക്റാവുക. അങ്ങനെ നാം ദിക്ർ ചെയ്താൽ അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബിൽ നാം പഠിച്ചതാണ് ആയത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുന്ന ആയത്ത്. അവസാനം അല്ലാഹു ആയത്തിന്റെ ഒടുക്കത്തിൽ പറയുന്നു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. അല്ലാഹുവിന്റെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും. ധാരാളമായി ദിക്ർ ചെയ്യുക എന്നുള്ളതല്ല, ധാരാളമായി, കസീറൻ, ധാരാളമായി അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അല്ലാഹു അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അഅദ്ദല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. മഗ്ഫിറതൻ, അവന്റെ പാപമോചനം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ദിക്ർ ചെയ്യുമ്പോഴെല്ലാം അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. വഅജ്റൻ അദീമ, മഹത്തായ പ്രതിഫലവും
അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ദിക്ർ വേണം. ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം. അത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും. മനസ്സിലാണ് ദിക്റിന്റെ ഉത്ഭവസ്ഥാനം വേണ്ടത്, അത് മനസ്സിലാകുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഓ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. ദിക്റൻ കസീറ, ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുക. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക. ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും ഒക്കെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, തസ്ബീഹ് ചെയ്യുക. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു നമ്മോട് ഉണർത്തുന്നു. നാം വെള്ളിയാഴ്ച പള്ളിയിൽ വന്നതാണ്, നമസ്കാരം അല്ലാഹുവിന്റെ ദിക്റാണ്. ഈ ഖുതുബ കേൾക്കൽ അത് ദിക്ർ കേൾക്കലാണ്, ഈ പറയുന്നത് ദിക്റാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ നിർത്തിവെച്ച് ദിക്ർ കേൾക്കാൻ വേണ്ടി പോവുക എന്ന് അല്ലാഹു. നിസ്കാരം കഴിഞ്ഞാലും ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങൾ പോവുക, അവരവരുടെ ജോലി നോക്കുക. അപ്പോഴും നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക, അവർ വിജയം വരിക്കും, അവർ മഹാഭാഗ്യവാന്മാരാണ്. അല്ലാഹു പറയാം, അല്ലാഹുവിന്റെ ദിക്റിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല. നാം ദുനിയാവിൽ ഒരാളുടെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ പറ്റി നമുക്കൊരു മതിപ്പും ഇല്ലെങ്കിലും, ഒരു നല്ല അഭിപ്രായം ഇല്ലെങ്കിലും, വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ മാസം തികയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും. കാരണം നമ്മുടെ മനസ്സ് നോക്കിയിട്ടല്ല, നമ്മുടെ ദൈഹികമായ ജോലി നോക്കിയിട്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് ദുനിയാവിൽ. ആഖിറത്തിൽ അല്ലാഹു നോക്കുന്നത് അങ്ങനെയല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ മനസ്സ്, ആ മനസ്സ് ശുദ്ധമാണോ, അല്ലാഹുവിന്റെ ദിക്റുള്ള മനസ്സാണോ എങ്കിൽ നമുക്ക് പ്രതിഫലം നൽകും. മനസ്സ് നോക്കിയിട്ടാണ് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഒരുപാട് ദിക്റുകൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകളെല്ലാം മാറ്റി വെച്ച് കൃത്രിമമായ പല ദിക്റുകൾ, പുതിയ പുതിയ ദിക്റുകൾ മനുഷ്യർ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിക്റിന് വേണ്ടി, ദിക്ർ ചൊല്ലാൻ വേണ്ടി വേറെ ഏതോ നാട്ടിൽ ഒരു പൊടി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടുക. അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തണം. അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുവാൻ എന്തിനാണ് നമുക്കൊരു പതാക? എന്തിനാണ് അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തുവാൻ? എന്തിനാണ് അങ്ങനെ ഒരു സദസ്സ്? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയതാണ്. ആ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. നമുക്ക് ആരോട് എന്തൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്ർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, എങ്കിൽ നാം വിജയം വരിക്കും. ഒരു വളരെ എളുപ്പമായ ഒരു ദിക്ർ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് ദിക്റുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവിന് വളരെ എളുപ്പമായ രണ്ട് വാക്യങ്ങൾ. സഖീലതാനി ഫിൽ മീസാൻ. മീസാനിൽ വളരെ അധികം ഖനം തൂങ്ങുന്ന രണ്ട് വാക്യങ്ങൾ. ഹബീബതാനി ഇലർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നാം ഏതോ നാട്ടിലേക്ക് പോകണ്ട. അതിന് നാം പ്രത്യേകമായി പരിപാടികൾ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു റസൂലല്ല പഠിപ്പിച്ചിട്ടാണ് പോയത്. എങ്ങനെ ദിക്ർ? എന്താ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. മുസ്തഫഖൻ അലൈഹി ഹദീസാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിന് വളരെ എളുപ്പം ചൊല്ലാൻ, വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടത്, മീസാനിൽ വളരെയേറെ ഖനം തോന്നുന്നത്. ഇങ്ങനെയുള്ള ദിക്റുകൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. സൂര്യരശ്മികൾ ഏൽക്കുന്ന ഓരോ ദിവസം, സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദിക്റാകുന്നു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. എന്താണ് ദിക്ർ, എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളടുത്ത് ഇങ്ങനെ പോവുകയാണ്. ദിക്ർ ചൊല്ലാൻ അവന്റെ സമ്മതം വേണം, ഇജാസത്ത് വേണം എന്നൊക്കെയാണ് പറയാറ്.
നീ ആര് പറഞ്ഞു കേട്ടിട്ടാണ്? അല്ലാഹു റസൂൽ ഇജാസത്ത് തന്നതാണ് പറയാൻ വേണ്ടിയിട്ടാണ്. മുഹദ്ദിസുകൾ അത് രേഖപ്പെടുത്തി വെച്ചതാണിത് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ദിക്ർ ചൊല്ലി അല്ലാഹ് സ്വീകരിക്കണമെങ്കിലോ പല ആളുകൾക്കും പിന്നെ ആരെങ്കിലും ഖ്വാജ പൊരുത്തം കൊടുക്കണം. ഇജാസത്ത് എന്നത്ര ഇതിന്റെ പേര്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഈമാനിൽ, ഈ വിശ്വാസത്തിൽ അള്ളാഹു നമ്മളെ മരണം നിലനിർത്തുകയും ചെയ്യും. അള്ളാഹു റസൂൽ നമുക്ക് ഇജാസത്ത് തന്നതാണ്, നിങ്ങൾ ചൊല്ലിക്കോളി. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അങ്ങനെ എത്ര ദിക്റുകൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ 100 മറ. ഈ ദിക്ർ വരാൽ ആർക്കും അറിയാത്ത ദിക്റല്ല ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ വരാൽ ഒരു ദിവസം ഫീ യൗമിൻ 100 മറ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ കാനത്ത് ലഹു അദ്ലു അശ്രി റിഖാബ് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയും. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? വിശ്വസ്തനാണ്, ഒക്കെയാണ്. പിന്നെ ഒരുപാട് അടിമകളെ വാങ്ങി മോചിപ്പിച്ച ആളാണ്. നമുക്കിന്ന് അടിമകളില്ലല്ലോ, നാം തന്നെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 10 അടിമകളെ മോചിപ്പിച്ച പുണ്യം ലഭിക്കും. എല്ലാ ദിവസവും ചൊല്ലിയാലും മാഷലെത്തി നോക്കുമ്പോൾ വളരെയധികം പറഞ്ഞു നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും. 100 ഹസനത്തുകൾ, നന്മകൾ അവന് രേഖപ്പെടുത്തി വെക്കും. 100 പാപങ്ങൾ, 100 തിന്മകൾ മായ്ക്കപ്പെടും. അവൻ ചെയ്ത തിന്മകൾ മായ്ച്ചു കളയും. അന്ന് പിശാചിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കും. ഇതിനേക്കാൾ കൂടുതൽ ചെയ്തവനല്ലാതെ അങ്ങനത്തെ നന്മയുമായി വരാനില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം പറയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഫീ യൗമിൻ 100 മറ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും. വളരെ എളുപ്പമുള്ള ദിക്ർ, വളരെ എളുപ്പമുള്ള ദിക്ർ. ആ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടും. എത്ര പാപങ്ങൾ? അത് സമുദ്രത്തിലെ നുരകളെ പോലെ ഉണ്ടെങ്കിലും ശരി. സമുദ്രം കടൽ നോക്കാൻ പോയപ്പോ തിരമാലകളുടെ നുരകൾ ഇങ്ങനെ വരും. അത് എത്ര എണ്ണിയാക്കില്ല. അത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തേക്കും. പക്ഷേ അർശിന്റെ തണൽ കിട്ടുന്ന കാര്യം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ആരുമില്ലാതെ ഹാലിയായ സ്ഥലത്ത് വെച്ച് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് കരയുന്ന ആളുകൾക്ക് ഇഷ്ടം, താല്പര്യം എല്ലാവരും ഒന്നിച്ചിരുന്ന് അള്ളാഹു പറഞ്ഞത് വിരുദ്ധമായി അള്ളാഹു പറഞ്ഞ് പതുക്കെ പറയണം, മനസ്സിൽ പറയണം, വാക്ക് ശബ്ദമുണ്ടാക്കാൻ പാടില്ല. അതൊന്നും ഇഷ്ടമില്ല ആൾക്കാർക്ക്. പിന്നെ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാതെ ചില ദിക്ർ എന്ന പേര് ഞാൻ ഒരു നേർച്ച നടന്നു. യാഹൂ തങ്ങളുടെ നേർച്ചയായിരുന്നു പുതിയങ്ങാടിയിൽ, കേരളത്തിൽ. ആ തങ്ങളുടെ പേര് യാഹൂ തങ്ങൾ, അബ്ദുൽ ഖാദിർ എന്നാണ് പേര്. അയാൾ യാഹൂ ദിക്ർ ചൊല്ലി. അങ്ങനെ യാഹൂ തങ്ങൾ അയാൾ മരണപ്പെട്ടപ്പോൾ 2 മഹല്ലുകൾ തമ്മിൽ തർക്കമുണ്ടായി. ഇയാളെ എവിടെ മറമാടണമെന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് മറമാടി. അതിനുശേഷം പിന്നെ ഒരാൾക്ക് സ്വപ്നം കണ്ടെന്നാണ്. സ്വപ്നത്തിലാണ് എല്ലാം ഉള്ളത്. സ്വപ്നം കണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ നാട്ടിൽ ഒരു കബർ വെച്ചോളി, ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. അങ്ങനെ 2 സ്ഥലത്താണ് അയാളുടെ കബർ. നേർച്ച നടന്നു. അയാളെ അനുസരിച്ചു, അയാളെ ദിക്റിന് വേണ്ടിയിട്ട് അയാളെ അനുസരിച്ച് നേർച്ച നടന്നു. ആനനെ കൊണ്ടുവന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാം. ആന ഒരാളെ വീശി എറിഞ്ഞ് പല ആളുകൾക്കും വഴിക്ക് വെച്ചു. ദിക്റിന് വേണ്ടി സംഘടന പേര് നേർച്ച എന്നാണ്. യാഹൂദങ്ങളുടെ പേരിന്റെ നേർച്ചയാണ്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരിയായി നാം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര അല്പമാണെങ്കിലും അതിനോടൊപ്പം വെറും ഫർദസ്കാരം മാത്രം നിർവഹിക്കുന്ന ആളാണ് നേരിടുക. അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് ദിക്ർ. അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത എത്ര വലിയ കർമ്മങ്ങളും ദിക്റില്ലാത്ത കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുകയില്ല. ശരിയായ നിലയിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അതിന്റെ ദിക്റിലായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നമുക്ക് എപ്പോഴും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പം ചെല്ലാൻ കഴിയുന്ന ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സറഫ മിൻ സ്വലാത്തി അസ്തഗ്ഫിറുല്ലാഹ് സലാസ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നിസ്കാരത്തിന് സലാം വീട്ടിയാൽ ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം എല്ലാവർക്കും അറിയാവുന്ന ദിക്റുകളാണ്. ഈ ദിക്റൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞു പറയാണ് ആരെങ്കിലും നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നിവ 33 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരും. നമുക്ക് സമയമില്ല അല്ലാഹുവിനെ സ്മരിക്കാൻ. ദിക്ർ വായി കൊണ്ട് ഇങ്ങനെ പറയാൻ മനസ്സിൽ വേണം. അത് മനസ്സിലുള്ളത് നാവ് കൊണ്ട് പുറത്തു വരണം. മനസ്സിലുള്ളത് നാവ് കൊണ്ട് വരണം. അപ്പോഴാണ് അത് ശരിക്കും ദിക്റാവുന്നത്. അങ്ങനെ നാം ദിക്ർ ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന്. ദരിദ്രന്മാരായ ആളുകൾ, ആപത്തിൽപ്പെട്ട ചില ദരിദ്രന്മാരായ ആളുകൾ പോയി അള്ളാഹു റസൂലിനോട് പരാതി പറഞ്ഞു. നന്മകളെല്ലാം ധനികന്മാർ കൊണ്ടുപോയി. നന്മകളെല്ലാം ധനികന്മാർ കൊണ്ട് അവർ സക്കാത്ത് കൊടുക്കുന്നു, സദഖകൾ നൽകുന്നു, ഹജ്ജിന് പോകുന്നു, മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, അതുകൊണ്ട് നന്മകളെല്ലാം അവർക്കായി പോയി, ഞങ്ങൾക്കൊന്നുമില്ല ചോദിച്ചു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിസ്കാര ശേഷം 33 പ്രാവശ്യം ഇത് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പറയും, ആ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരത് പറയാൻ തുടങ്ങി. അപ്പൊ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ദരിദ്രന്മാരായ ആളുകൾ, യുദ്ധത്തിലെല്ലാം പങ്കെടുത്ത ആളുകൾ, അവര് നോക്കി നിങ്ങളെന്താ പറയണത്. അപ്പൊ ഇങ്ങനെയാണ് അവരിത് ചെല്ലാൻ തുടങ്ങി, അവരിത് പറയാൻ തുടങ്ങി. രണ്ടാമതും ഈ ആളുകൾ അല്ലാഹു റസൂലിന്റെ അരികിൽ പോയി പറഞ്ഞു, അവരിത് പറയുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ പിന്നെയും പറയുന്നു. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞു, ദാലിക ഫദ്ലുൻ മിനല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു കൊടുക്കുന്നതാണ്, അല്ലാഹു നൽകുന്നതാണ്. നിങ്ങൾക്ക് നൽകേണ്ടത് അല്ലാഹു നിങ്ങൾക്ക് നൽകും, അവർക്ക് നൽകേണ്ടത് അവർക്ക് നൽകണം. ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാണ് അതിന്റെ സ്ഥാനം ഉണ്ടാകേണ്ടത്. ആ ദിക്റുല്ലാഹിലൂടെയായി ജീവിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തെ പ്രാപ്തി കരസ്ഥമാക്കാനുള്ള തൗഫീഖ് ചെയ്യും. അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ പള്ളിയുമായി ഹൃദയബന്ധമുള്ള ആളുകൾ അർശന്റെ തണല് കിട്ടും. എന്തുകൊണ്ടാണ് പള്ളിയുമായി നമുക്ക് മാനസികമായ ബന്ധം? അല്ലാഹുവിന്റെ ദിക്റാണത്. ഇത് അല്ലാഹുവിന്റെ ഭവനമാണ് എന്നുള്ള ദിക്റാണ്. 7 വിഭാഗം ആളുകൾ എണ്ണുമ്പോൾ അതിലൊരു വിഭാഗം എണ്ണിയത് പള്ളിയുമായി മാനസികമായി ബന്ധമുള്ള ആളുകളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പള്ളിയുമായി മാനസികമായി നല്ല ബന്ധമുള്ള ആളുകളുണ്ട്. നമ്മുടെ പള്ളി വൃത്തിയാക്കാൻ വേണ്ടി ഒരു സഹോദരൻ വാക്വം ക്ലീനർ തന്നു. ആരും പ്രേരിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് തന്നതല്ല, സ്വമനസ്സാലെ പള്ളിയുമായിട്ടുള്ള ഹൃദയബന്ധമാണ്, ഒരു ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സഹോദരനിൽ നിന്ന്. അതുപോലെ കുടിവെള്ളം നൽകുക, ശുദ്ധജലം നൽകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. എന്തിനാണ് നൽകുന്നത്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. എല്ലാം ദിക്റിനാണ്. വെറും നാവ് കൊണ്ട് ഇങ്ങനെ പറയൽ മാത്രമല്ല, പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടിയാണ് അവർ ചെയ്തത്. ഒരു ഫിൽറ്റർ നമുക്ക് മദ്രസയിൽ വെച്ച് തന്നിട്ടുണ്ട് സഹോദരൻ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ സ്വർഗീയ പാനീയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അങ്ങനെ നന്മകൾ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധത്തിലുള്ള നന്മകൾ ചെയ്യുവാൻ, മനസ്സുകൊണ്ട് നന്മകൾ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഗതകാലത്ത് നമുക്ക് നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സലഫി മദ്രസയിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, നമ്മളെ സൽസദിയിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിന് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. രക്ഷിതാക്കൾക്ക് അള്ളാഹു സബൂർ നൽകുമാറാവട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്.